എല്ലാവർക്കും നമസ്കാരം. ട്രാവൻകൂർ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം കുംഭമേളയെക്കുറിച്ചാണ്. കുംഭമേളയുടെ ആത്മീയമായ തലങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ വശങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചില നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മുന്നണി പോരാളികളൊക്കെ കുംഭമേള നമുക്ക് അപമാനകരം, സ്വാമിജിമാർ നഗ്നരായിട്ട് നടക്കുന്നു, അർത്ഥനഗ്നരായിട്ട് നടക്കുന്നു, പിന്നെ അങ്ങനെ എന്തൊക്കെയോ രാജ്യത്തിന് അപമാനമാണ്. മറ്റു ചിലർ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉന്നമനങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ ഇവിടെ ഗംഗയുടെ അഴുക്കുചാലിൽ കുളിച്ച് കീഴോട്ട് വളരുന്നു തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ പറയുന്നവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഗ്രാഹ്യമില്ല. ചില പാർട്ടി ഈ ക്യാപ്സ്യൂളുകൾ മാത്രം കഴിച്ച് മസിൽ പെരുപ്പിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികമായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 40 മുതൽ 45 മില്യൺ വരെ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭക്തജന കൂട്ടായ്മ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കുംഭമേളയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അത് പല തരത്തിലുണ്ട്. അതിൻ്റെ കാലഘട്ടങ്ങൾ 4 വർഷത്തിലൊരിക്കൽ കുംഭമേളകൾ നടക്കുന്നു, 6 വർഷത്തിലൊരിക്കൽ അർദ്ധ കുംഭമേള, 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള, 144 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള. ആ മഹാകുംഭമേളയുടെ കാലഘട്ടമാണ് ഈ കടന്നു പോകുന്നത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 16 വരെയുള്ള 26 വരെയുള്ള ദിവസങ്ങളിലാണ് മഹാകുംഭമേള നടക്കുന്നത്. ഇത് നടക്കുന്നത് എവിടേക്കാണ്? ഉത്തർപ്രദേശിലെ ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, പ്രയാഗ്രാജ് എന്നിവിടങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. പ്രയാഗ്രാജാണ് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നതിനായിട്ട്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ആദിശങ്കരൻ്റെ കാലം മുതലെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, പൗരാണിക കാലം മുതൽ പുരാണങ്ങളിൽ ഇത് സംബന്ധിച്ച് വർണ്ണനയുണ്ട് എന്ന് പറയുന്നു. അതെന്തും ആയിക്കോട്ടെ, ഇതിനുള്ള ഐതിഹ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കാം. പാലാഴി മഥനത്തെ സംബന്ധിച്ചു അമൃത് കടഞ്ഞതും അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള പോരാട്ടത്തിനൊടുവിൽ ഗരുഡൻ അമൃത കുംഭവുമായി പറന്നു പോകുമ്പോൾ വിശ്രമിക്കാൻ ഈ 4 സ്ഥലങ്ങളിലിരുന്നു. അപ്പോൾ അമൃത കടങ്ങൾ വീണ പുണ്യസ്ഥലങ്ങളാണ് ഈ 4 സ്ഥലങ്ങളെന്നും ഒക്കെ പറയുന്നു. അതും ഗ്രഹങ്ങളുടെ കൂടിച്ചേരലും ഒക്കെ ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് കുംഭമേളയെ നിദാനമായിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആത്മീയ വശങ്ങൾ നമുക്ക് വിടാം. അത് വിശ്വാസികളുടെ തീക്ഷ്ണതയെയും ബാധിക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, സാംസ്കാരികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. ഇന്ത്യയുടെ എന്നല്ല, ലോകത്തിൻ്റെ തന്നെ വൈവിധ്യത്തിൻ്റെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരുടെ പങ്കെടുക്കാനെത്തുമ്പോൾ ലോകത്തിൻ്റെ തന്നെ ഒരു ചെറു പരിച്ഛേദമാണ് നമുക്കവിടെ കാണാൻ പറ്റുക. ഇന്ത്യയുടെ നാനാത്വത്തിൻ്റെ ഏകത്വം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്ന അസുലഭ അവസരങ്ങൾ ഒന്നാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാംസ്കാരികതയുടെ വെളിച്ചോതൽ അവിടെ നടക്കുന്നുണ്ട്. ഇതിനപ്പുറം നമുക്ക് ചിന്തിക്കാം, ഇതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, ആത്മീയതയുടെ കേദാരം എന്ന നിലയിൽ അറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ അമൂല്യതയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കുംഭമേള എന്ന് പറയുന്നത്. നമ്മുടെ ഒരു തിലകക്കുറിയാണ് കുംഭമേള. ലോകത്തൊരിടത്തും ഇത്ര വലിയൊരു ഭക്തജന കൂട്ടായ്മ സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു കാര്യം. 2025 ഇപ്പോൾ നമ്മൾ നടക്കുന്ന കുംഭമേളയിൽ നിന്നും ഉള്ള വരവ് റവന്യൂ സർക്കാർ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം കോടി രൂപയാണ്. 2 ലക്ഷം കോടി രൂപ അത്ര ചെറിയ സംഖ്യയൊന്നുമല്ല. ഇതിൽ വിമർശനങ്ങൾ ഉയരുന്നത് വയനാടിന് സർക്കാർ തരുന്നില്ല, പകരം 7000 കോടി രൂപ കുംഭമേള കൈ മുടക്കുന്നു എന്നുള്ളതാണ്. ശരിയാണ്, കുംഭമേളയുടെ ഇൻഫ്രാസ്ട്രക്ചറിനായിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കുന്നുണ്ട്. പക്ഷെ 2 ലക്ഷം കോടി രൂപ റവന്യൂ തിരിച്ച് കിട്ടുന്ന ഒരു പദ്ധതിയാണ്.
പദ്ധതിയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. 2013 കുംഭമേളയിൽ നിന്ന് സർക്കാരിന് റവന്യൂ ആയിട്ട് ലഭിച്ചത് 12,000 കോടി രൂപയാണ്. 2019 മഹാകുംഭമേളയിൽ 1.2 ലാഖ് 1.2 ലക്ഷം കോടി രൂപയാണ് ലഭിച്ചത്. 2025 2 ലക്ഷം കോടി രൂപ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് പങ്കെടുക്കുന്ന ഒരാൾ 5,000 രൂപ വീതം ചെലവാക്കിയാൽ, എന്തായാലും താമസം മറ്റ് സൗകര്യങ്ങൾക്കെല്ലാമായിട്ട് മിനിമം 5,000 രൂപയിൽ കുറഞ്ഞ് ചെലവാക്കുന്ന ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതിൻ്റെയൊക്കെ ഏറെ മുകളിലേക്ക് പോകാനാണ് സാധ്യതയല്ല, അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഈ 2 ലക്ഷം കോടി എന്നുള്ളതൊക്കെ കടന്ന് റവന്യൂ മുന്നോട്ട് പോകും. 10 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ്, താൽക്കാലികമായെങ്കിലും 10 ലക്ഷത്തോളം പേർക്കുള്ള തൊഴിലവസരങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ വന്നിരുന്ന വിൽപ്പന നടക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എടുക്കുന്നതും റോഡുകൾ, പാലങ്ങൾ തുടങ്ങി വൈദ്യുതി വിതരണം, ജലസേചനം, ശുചിത്വ സൗകര്യങ്ങൾ, ഇതിനൊക്കെ ആയിട്ട് 10 ലക്ഷത്തിലേറെ പേർക്കാണ് താൽക്കാലിക കുറച്ച് നാളത്തേക്ക് തൊഴിൽ ലഭ്യമായിരിക്കുന്നത്. കൂടാതെ നമ്മുടെ വമ്പൻ ബ്രാൻഡുകൾ ITC, ബിർള, റിലയൻസ്, അദാനി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇവരൊക്കെ ചേർന്നിട്ട് 3,600 കോടി രൂപയാണ് ബ്രാൻഡിങ്ങിനായി നൽകിയിരിക്കുന്നത്. 3,600 കോടി രൂപ ബ്രാൻഡിങ്ങിന് മാത്രം നടക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ളൊരു വികസനം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. റോഡുകൾ, മികച്ച റോഡുകളും മികച്ച പാലങ്ങളും നിർമ്മിക്കാതെ പറ്റില്ല. 45 കോടി ആൾക്കാർ എത്തിച്ചേരുക, അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ചിന്തിക്കേണ്ടത് അഴിമതി ആരോപണങ്ങളുടെ കറ ലേശമേശാതെയാണ് ഈ വികസന പ്രവർത്തനങ്ങളിലെ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലകൾ, ഹോട്ടൽ മേഖലകൾ, ചെറുകിട ബിസിനസ് മേഖലകൾ, ഇവിടെ എല്ലാം വൻതോതിലുള്ള റവന്യൂ ആണ് കുമിഞ്ഞു കൂടുന്നത് കുറച്ച് നാളുകൾ കൊണ്ട്. ഈ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ നടക്കുന്ന കച്ചവടങ്ങൾ മാത്രമല്ല, അതിന് മുമ്പ് മുതലേ ഇതിൻ്റെ ഒരുക്കങ്ങൾ തയ്യാറാകുമ്പോൾ മുതൽ ഫെബ്രുവരി 26 കഴിഞ്ഞ് അവിടെ ശേഷിക്കുന്നവർ ഒക്കെ ആയിട്ട് എത്രയോ പേർക്കാണ് വരുമാന മാർഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ, വ്യോമയാന, റെയിൽ, റോഡ് ഗതാഗത മേഖലകളെ വളരെ ശക്തമായ രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ ഈ കുംഭമേള നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഏറെ കാര്യങ്ങൾ ഈ വശത്ത് നടക്കുമ്പോൾ ഞാൻ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇത്ര നേട്ടങ്ങൾ നമുക്കുള്ളപ്പോൾ എന്തിനാണ് സ്വന്തം രാജ്യത്തെ അപമാനിക്കത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ സംസാരിക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുംഭമേളയിലെ വിശ്വാസം, അത് ഓരോ മതക്കാർക്കുള്ള വിശ്വാസം, അതിൻ്റെ രീതിക്ക് മുന്നോട്ട് പോകട്ടെ. അതിനുള്ള എല്ലാ അവകാശങ്ങളും ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ വേണമെന്ന് ഉള്ള ചില സാഠ്യം പിടിക്കലുകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിനെ ഭരണഘടന കൊണ്ട് തന്നെ നേരിടാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ലോട്ടറിയും സ്പിരിറ്റും മാത്രം, ലോട്ടറി, മദ്യവിൽപ്പന, സ്പിരിറ്റ്, ഇവ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തിന് വ്യവസായ വികസനം എന്തെന്നറിയത്തില്ലാത്ത ചില നവോത്ഥാന നായകരും അവരുടെ പിന്നണി പോരാളികളൊക്കെയാണ് കുംഭമേളയെ അപമാനിച്ചുകൊണ്ടും രാജ്യത്ത് നടക്കുന്ന ഇത്ര വലിയൊരു സംഭവത്തെ, ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തെ വിട്ടുപിടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിച്ചു. അവിടെ എന്ത് സംഭവിച്ചോട്ടെ, അവിടെ അമൃത് വീണടമാവട്ടെ, ഗംഗ, മറ്റേ ചിലർ പറയുന്ന ഒരു കാര്യം, അവിടെ വരുന്നവരെല്ലാം അവിടെ വിസർജനം ചെയ്ത് മോശമാക്കുന്നു എന്നുള്ളതാണ്. അത് തികച്ച തെറ്റിദ്ധാരണയാണ് കേട്ടോ. അത് വളരെ തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലേക്ക് പരത്തിവിടുകയാണ്. അവിടെ ഈ ശുചിത്വ സംവിധാനത്തിന് തന്നെ വലിയൊരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കുംഭമേളയ്ക്ക് മാത്രമായിട്ട് മന്ത്രിയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ എത്ര കാലത്തോളം ഇവർ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രാവിലെ 8 മണിക്ക് മുമ്പ് ശുചിത്വ മേഖല മുഴുവനും അവിടെ പ്രവർത്തന സജ്ജമാണ്. റോഡരികിലോ പുഴയോരത്തോ എവിടെ മലമൂത്ര വിസർജനം നടത്തിയാലും അതിനുള്ള
അവിടെല്ലാം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 1.5 ലക്ഷത്തോളം ടെൻറ്റുകളാണ് അവിടെ പണിത് തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വരുന്നവർക്കെല്ലാം മലമൂത്ര വിസർജനം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ മുഴുവൻ അവിടെ ഉണ്ട്. ഇതെല്ലാം വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കഴുകി അതിനുള്ള ഏറെ ആയിരക്കണക്കിന് ജീവനക്കാർ നിരന്തരം ഇതിന് പിറകിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ശാസ്ത്രീയമായി ഏകോപിപ്പിച്ചിരിക്കുന്ന ഈ ഒരു നമ്മൾ ചിന്തിക്കണം, കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയെന്ന് പഠിക്കുന്നതിനുള്ള ഒരു സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭക്തജന കൂട്ടായ്മ എന്നുള്ള പേരുള്ള നമ്മുടെ സാംസ്കാരിക ഏകത്വത്തിൻ്റെ വിളിച്ചോതലാവുന്ന കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ രാജ്യത്തിന് ലഭിക്കുന്ന ഈ ഒരു മതപരമായ ആചാരത്തെ എന്തിനിങ്ങനെ നിന്ദിക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.